ഹായ് ഗൈസ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് എപ്പിക്കൾച്ചറാണ്. ഇപ്പോൾ എപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തേനീച്ച വളർത്തലാണ്. ഇതൊരു കൊമേഴ്ഷ്യലായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എപ്പിക്കൾച്ചർ. ഹണിക്കായാലും അതിൽ നിന്നുള്ള ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള വാക്സിനായാലും കുറേ എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ നമുക്ക് ചെറിയൊരു ഏരിയയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഹൈ ഈൽഡ് കിട്ടുന്ന ഒരു പ്രാക്ടീസാണ് എപ്പിക്കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഡിഗ്രി ലെവലിലെല്ലാം സെമിനാർ അല്ലെങ്കിൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ എപ്പിക്കൾച്ചർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് എപ്പിക്കൾച്ചറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് കവർ ചെയ്യുന്ന രണ്ട് ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അതേപോലെ ഈ ഹണി എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന പ്രോസസ്സസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പിന്നെ എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഹണി എന്താണെന്നുള്ളത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള സംഭവമാണ്. അത് ഒന്നുകൂടെ എടുത്ത് പറയേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ മെയിൻ എക്യുപ്മെൻറ്റ്സ് ആണ് ഒന്നാമത്തത് ബീ ഹൈവ്. ബീ ഹൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾസോ നോൺ ആസ് എപ്പിയറി ബോക്സ്. നമ്മളിത് സാധാരണയായിട്ട് നമ്മളെ ഗാർഡനിലെല്ലാം ഹണി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബോക്സ് അല്ലെങ്കിൽ മെയിൻ പാർട്ട് ഓഫ് ദ ബീ ഹൈവ് എന്നൊക്കെ പറയാം. നമുക്ക് ഫസ്റ്റ് പിക്ചറിൽ ഒരു എപ്പിയറി ഹൈവ് അല്ലെങ്കിൽ എപ്പിയറി ബോക്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ബീ ഹൈവ് എന്ന് പറയുന്നത്. ഇത് പല ടൈപ്പ് ഉണ്ട്. മെയിനായിട്ടുള്ള ടൈപ്പുകളാണ് ലാങ്സ്ട്രോത്ത് ഹൈവ്, ന്യൂട്ടൺ ഹൈവ്, ഇന്ത്യൻ ഹൈവ്, കോൺട്രാ ബ്രൂഡ് ചാമ്പർ, നമ്മൾ ലാർവേനെ മാത്രം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ആൻഡ് സൂപ്പർ ചാമ്പർ ഉണ്ട്, നമ്മൾ ഹണി സ്റ്റോറേജിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. നെക്സ്റ്റ് ഫ്രെയിമാണ്. ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വുഡൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിനെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഫ്രെയിമുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സാധാരണ ഫോട്ടോക്കൊക്കെ ഉപയോഗിക്കുന്ന ഫ്രെയിം അറിയാലോ, 4 ഭാഗത്ത് മാത്രം ആൻഡ് നടുവിലൊന്നുമില്ല. ആ ഒരു സംഭവത്തിനാണ് നമ്മൾ ഫ്രെയിം എന്ന് പറയാം. ഈ ഒരു ഫ്രെയിമുകൾ നമ്മൾ ഈ ഒരു ആപ്പിയറി ബോക്സിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കും. ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹണി ബീസ് തന്നെ അതിൽ അവരുടെ വാക്സ് കോമ്പുകൾ ഇതിൻ്റെ ഉള്ളിൽ ഇവർ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു വാക്സ് കോമ്പിൻ്റെ ഉള്ളിലാണ് ഇവരെന്ത് ചെയ്യുന്നത്, മുട്ടയിടുന്നതായാലും അതേപോലെ ഹണി സ്റ്റോർ ചെയ്ത് വെക്കുന്നതായാലും എല്ലാം ഏതിൻ്റെ ഉള്ളിലാണ്, ഈ ഒരു ഫ്രെയിംസിൻ്റെ ഉള്ളിലായിരിക്കും നടത്തുക. നെക്സ്റ്റ് ബീ സ്മോക്കറാണ്. നമുക്ക് തേർഡ് പിക്ചറിൽ കാണാൻ വേണ്ടി പറ്റും ബീ സ്മോക്കർ എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു തേനീച്ചകളുടെ ഇതെങ്ങനെയാണ് വർക്കാവുന്നത് എന്നുള്ളത് നമുക്കറിയാലോ. എന്തെങ്കിലും ഒരു അപകടം ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഈ തേനീച്ചകൾ എന്ത് ചെയ്യുന്നു, ഫിറമോൺസുകൾ ഉണ്ടാക്കും, അലാം ഫിറമോൺസുകൾ ഉണ്ടാക്കും. ഈ അലാം ഫിറമോൺസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ബേസിക്കലി ചെയ്യുന്നത് ബാക്കിയുള്ള ഗ്രൂപ്പിലെ ആ ഒരു കോമ്പിലുള്ള അംഗങ്ങളെയെല്ലാം അറിയിക്കുകയാണ്, ഒരു അപകടം ഉണ്ട് എന്ന് അറിയിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവരെല്ലാം എന്ത് ചെയ്യുന്നു, കൂട്ടത്തോടു കൂടി ആക്രമിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അതാണ് അലാം ഫിറമോൺസിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ബീ സ്മോക്കർ എന്താ ചെയ്യുന്നത്, നമ്മൾ ഹണി ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഹണി ശേഖരിക്കുന്ന സമയത്ത് ഇവർ ഇങ്ങനെ ഫിറമോൺസുകൾ ഉണ്ടാക്കും. അപകടം ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞ് ഇവർ ഫിറമോൺസിനുണ്ടാക്കും. ഈ ഒരു ഫിറമോൺസിനെ ഹൈഡ് ചെയ്യുക അല്ലെങ്കിൽ മാസ്ക് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയാണ് ബീ സ്മോക്കർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മാസ്ക് ചെയ്യുന്നത് കാരണം ഇവരുടെ അഗ്രഷൻ നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ഹൈവ് ടൂളാണ്. ഹൈവ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റും, ഒരു മെറ്റൽ ടൂളാണ്. ഇത് നമ്മുടെ ഹൈവ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഫ്രെയിമിനെ സെപ്പറേറ്റ് ചെയ്യാനും അതേപോലെ വാക്സിനെ സ്ക്രാപ്പ് ചെയ്തിട്ട് കളയാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഹൈവ് ടൂൾ. പിന്നെ ബി വെയിൽ ആൻഡ് ഗ്ലൗസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ പിക്ചറിൽ കാണുന്നത് നമ്മൾ തലയിൽ വെക്കും. ഈ ഹണി ഹാർവെസ്റ്റ് ചെയ്യാൻ പോകുന്ന എംപ്ലോയീസ് ഇതെന്ത് ചെയ്യുന്നു, തലയിൽ വെക്കും. ഇങ്ങനെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹണി ബി എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ഇപ്പോൾ അഗ്രസ്ഡ് ആയി എന്ന് വെച്ചോ, അവർ നമ്മളെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഫേസിലൊന്നും ആക്രമിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല.
അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പിക്ചറിൽ കാണുന്നത് ബി വെയിൽ എന്ന് പറയുന്ന എക്യുപ്മെൻ്റൊക്കെ വെക്കുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂൺ എക്സ്ക്ലൂഡർ. അപ്പോൾ ക്യൂൺ എക്സ്ക്ലൂഡർ പറയുന്നതിന് മുന്നേ നമുക്ക് തേനീച്ചയുടെ ഈ ഒരു ഗ്രൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു ഇത് ഞാൻ പറയാം. നമുക്കറിയാം ഈ തേനീച്ചയിൽ എന്താണ്, അല്ലെങ്കിൽ ഹണി ബീയിൽ ക്യൂണ് മാത്രമാണ് റീപ്രൊഡക്ഷൻ നടത്തുന്നത്, അവർ മാത്രമാണ് മുട്ടയിടുന്നത്. ബാക്കിയുള്ള തേനീച്ചകളെല്ലാം ഹണി ബി എല്ലാം പല പല ഡ്യൂട്ടികൾ അവരുടെ ഇടയിൽ ചെയ്തിട്ടുണ്ടാകും. അതായത് ചിലതിന് പ്രൊട്ടക്ഷൻ ഓഫ് ഇതായിരിക്കും, ചിലത് വാക്സ് കോമ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നവരെ ആയിരിക്കും, ചിലത് നേഴ്സിംഗ് ബീസുകളായിട്ട് വർക്ക് ചെയ്യുന്നു. അതായത് ഈ മുട്ടനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, മുട്ട വിരിഞ്ഞിട്ടുണ്ടാകുന്ന ചെറിയ യങ് വൺസിനെ ഫീഡ് ചെയ്യിപ്പിക്കുക, ഇങ്ങനത്തെ ഡ്യൂട്ടികളൊക്കെ ആയിരിക്കും ചെയ്യാം. അപ്പോൾ ക്യൂൺ എക്സ്ക്ലൂഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്ന നെറ്റ് പോലത്തെ സ്ട്രക്ചറാണ് ക്യൂൺ എക്സ്ക്ലൂഡർ. ക്യൂണിൻ്റെ സൈസ് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ക്യൂണിന് ഇതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്തിട്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. എന്നാൽ അതേസമയം ബാക്കിയുള്ള ഹണി ബീസുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് അപ്പുറത്തേക്ക്, അതായത് ക്യൂണ് നിൽക്കുന്ന ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ക്യൂൺ എക്സ്ക്ലൂഡർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യൂൺ ഉള്ള ഭാഗത്ത് നമ്മൾ ക്യൂൺ എക്സ്ക്ലൂഡർ വെക്കുന്നു. സോ ക്യൂണിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ വാക്സ് കോമ്പിൽ ഹണി സ്റ്റോർ ചെയ്ത ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവർ മുട്ടയിടുന്നത് ആ ക്യൂൺ എക്സ്ക്ലൂഡർ എല്ലാ ഫ്രെയിമിലും കൊണ്ടുപോയിട്ട് മുട്ടയിടൂല. അത് ഏത് ഫ്രെയിമിലാണോ ഉള്ളത്, അതായത് ക്യൂൺ എക്സ്ക്ലൂഡറിൻ്റെ അപ്പുറത്ത് ഏത് ഫ്രെയിമാണോ ഉള്ളത് അവിടെ മാത്രമായിരിക്കും അവർ മുട്ടയിടുക. അങ്ങനെ അവരവിടെ മുട്ടയിടുന്നു. ആൻഡ് ഇതിനുള്ള ഫുഡ്, പിന്നെ അതേപോലെ ഈ നേഴ്സിംഗ് ബീസുകൾക്ക് ക്യൂൺ എക്സ്ക്ലൂഡറിലൂടെ അപ്പുറത്തേക്ക് വരാൻ കഴിയുന്നത് കാരണം ഇവർ ക്യൂണുള്ള ഭാഗത്തേക്ക് വരുന്നു. ആൻഡ് ക്യൂണിനെ നേഴ്സിംഗ് ചെയ്യും, യങ് വൺസിനെ നേഴ്സിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ക്യൂണിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പുറത്തേക്ക് വരാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് ബാക്കിയുള്ള ഫ്രെയിംസിലൊന്നും ഇവർ മുട്ടയിടുന്നില്ല. അതാണ് ക്യൂൺ എക്സ്ക്ലൂഡറിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് ബി ബ്രഷാണ്. ബി ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ബ്രഷാണ്, നമുക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും. ഇതെന്താണ് ചെയ്യുക, നമ്മൾ ഹാർവസ്റ്റിങ്ങിൻ്റെ ടൈമിൽ ഈ ഒരു ഹണി ബീസിനെ ഹാം ചെയ്യാതെ സോഫ്റ്റായിട്ട് അതിനെ എല്ലാം ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബി ബ്രഷ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഹണി എക്സ്ട്രാക്ടറാണ്. ഹണി എക്സ്ട്രാക്ടർ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റും. ഒരു സെൻട്രിഫ്യൂഗൽ മെഷീനാണ്. നമ്മളിതിൽ എന്ത് ചെയ്യുന്നു, മെച്ചുവേർഡ് ആയിട്ടുള്ള ഹണി ആ ഒരു ഫ്രെയിമിനെ നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം ഇതിലിങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് ഈ ഒരു മെഷീൻ ഭയങ്കര ഹൈ സ്പീഡിൽ സ്പിൻ ചെയ്യും. അങ്ങനെ സ്പിൻ ചെയ്യുന്ന സമയത്ത് ഈ ഹണി എല്ലാം ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ആ ഒരു പാത്രത്തിൽ കളക്റ്റ് ആകും. അങ്ങനെ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹണീനെ മാത്രം വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് ടോപ്പിക്കിൻ്റെ ഭാഗത്ത് പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡറാണ്. ഫീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പൂവൊക്കെ ഉണ്ടാവുന്ന കാലത്തല്ലാത്ത സമയത്ത് ഇവർക്ക് ഹണി കിട്ടാതെ വരും അല്ലേ. അപ്പോൾ ഹണി ബീസിന് ഹണി കിട്ടാതെ വരുന്ന സമയത്ത് ഇവരെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷുഗറി സിറപ്പുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫീഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എക്യുപ്മെൻറ്റ്സിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഹാർവസ്റ്റിംഗ് പ്രോസസ്സുകളാണ്, അല്ലെങ്കിൽ ഹണി എക്സ്ട്രാക്ഷൻ പ്രോസസ്സാണ്. അപ്പോൾ ഹണി എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവറായിട്ടുള്ള ഹണീനെ അതിൻ്റെ ഹൈവിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഹണി എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഭയങ്കര ഹൈജീനിക്കലി ആയിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഹണി എക്സ്ട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഹണി ബീൻ്റെ എപ്പിയറി ബോക്സിൽ നിന്ന് മെച്യൂർഡായിട്ടുള്ള ഹണീനെ നമ്മൾ കളക്ട് ചെയ്യും എന്നുള്ളതാണ്. മെച്യൂർഡായിട്ടുള്ള ഹണിയാണ്, അല്ലെങ്കിൽ മെച്യൂർഡായിട്ടുള്ള ഫ്രെയിമാണ്, ഇമ്മെച്യൂർ ആയിട്ടുള്ള ഫ്രെയിമാണ് എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. മെച്യൂറായിട്ടുള്ള ഫ്രെയിമിലെ ഈ ഹണി കോമ്പിൽ ഹണി കളക്ട് ചെയ്തതിന് ശേഷം ആ ഹണി മെച്യൂറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബീസ് എന്ത് ചെയ്യുന്നു, അതിനെ വാക്സ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ കവർ ചെയ്തിട്ടുള്ള ഫ്രെയിമിലുള്ളത് മെച്യൂർഡ് ഹണി ആയിരിക്കും, അതായത് നല്ല പ്യുവറായിട്ടുള്ള ഹണിയാണ്. ഇങ്ങനെ ഇവർ എന്ത് ചെയ്യുന്നില്ല, വാക്സ് വെച്ചിട്ട് കവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഇമ്മെച്യൂർ ആയിട്ടുള്ള ഹണി ആയിരിക്കും ഉണ്ടാവുക. സോ നമ്മൾ ഹാർവസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ മെച്യൂർ ആയിട്ടുള്ള ഫ്രെയിമിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്.
ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് പിക്ചറിൽ കാണാൻ വേണ്ടി പറ്റും ഹൈവ് ടൂൾ ഉപയോഗിച്ചിട്ട് ആ ഒരു ക്യാപ്പിനെ റിമൂവ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സാണ് അൺക്യാപ്പിങ്. അൺക്യാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഫ്രെയിമിൽ അതിനെ വാക്സ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടാകും എന്ന് പറഞ്ഞു. ആ ഒരു കവറിനെ നമ്മൾ നല്ലോണം ഈ ഒരു എന്തെങ്കിലും ഒരു നൈഫ് ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ ഹൈവ് ടൂൾ വെച്ചിട്ടോ നമ്മളത് സ്ക്രാപ്പ് ചെയ്തിട്ട് കളയും. അതാണ് അൺക്യാപ്പിങ്. അൺക്യാപ്പിങ്ങിന് ശേഷം നമ്മളത് എക്സ്ട്രാക്ഷൻ ചെയ്യും. സെക്കൻഡ് പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു സെൻട്രിഫ്യൂഗൽ മെഷീനുണ്ട്. ഈ സെൻട്രിഫ്യൂഗൽ മെഷീനിൽ നമ്മൾ അൺക്യാപ്പ് ചെയ്തിട്ടുള്ള ഫ്രെയിം വെച്ചിട്ട് സ്പിന്ന് ചെയ്യും. എന്നിട്ട് അതിൽ ഹണി കളക്റ്റായിട്ട് അതിനൊരു പാത്രത്തിലേക്ക് എടുക്കും. അതാണ് എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ, ഇങ്ങനെ സ്പിന്ന് ചെയ്യുന്ന സമയത്ത് തന്നെ മേ ബി അതിൽ ഡസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഈ വാക്സിൻ്റെ പാർട്ടിക്കിൾസ്, ഇങ്ങനത്തെ ഇംപ്യൂരിറ്റീസുകളെല്ലാം ഇതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇംപ്യൂരിറ്റീസിനെയൊക്കെ ഫിൽറ്റർ ചെയ്തിട്ടെടുക്കണം. അങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹണിനെ ഒരു മസ്ലിൻ ക്ലോത്തിലൂടെ പാസ് ചെയ്യിപ്പിക്കും. അപ്പം നമുക്കറിയാം മസ്ലിൻ ക്ലോത്തിന് എന്തായിരിക്കും, സ്മോളായിട്ടുള്ള സ്പേസേ ഉണ്ടാവുള്ളൂ, ഹണിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. കുറച്ചും കൂടി ലാർജ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് വാക്സ് പാർട്ടിക്കിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ ക്ലോത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നു, ഇംപ്യൂരിറ്റീസ് ഒന്നും ഇല്ലാത്ത നല്ല ഹണിനെ നമ്മളൊരു പാത്രത്തിൽ നമുക്ക് കിട്ടും. എന്നിട്ട് അതിനെ സേർട്ടിലിങ് ചെയ്യും. സേർട്ടിലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്യാൻ വെക്കുകയാണ്. അത് നമ്മൾ ഈ ശേഖരിച്ചിട്ടുള്ള ടാങ്കിൽ എഗെയിൻ എന്തെങ്കിലും ഡസ്റ്റോ എയർ ബബിൾസോ ഉണ്ടെങ്കിൽ അതിനെല്ലാം റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. അപ്പം അത് ഭയങ്കര ഡെൻസിറ്റി കൂടിയിട്ടുള്ളൊരു ഫ്ലൂയിഡാണ് ഹണി. അപ്പോൾ അത് കാരണം ഈ ഒരു പാർട്ടിക്കിൾസൊക്കെ മേലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം റിമൂവ് ആക്കിയിട്ട് നമുക്ക് ഈ പാർട്ടിക്കിൾസിനെല്ലാം എയർ ബബിൾസ് ഇംപ്യൂരിറ്റീസുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് ശേഖരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നല്ല ഹണി ഇപ്പോൾ കിട്ടി. ദെൻ അതിനെ നമ്മൾ ഇനി സ്റ്റോറേജ് ചെയ്യും. ഇപ്പോൾ സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് ജാറോ അല്ലെങ്കിൽ നല്ല ക്ലീൻ ആക്കിയിട്ടുള്ള വേറെ എന്തെങ്കിലും സ്റ്റോറിങ് എക്യുപ്മെൻറ്റ്സിൽ നമ്മൾ ഈ ഹണീനെ ഇട്ട് വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹണി എക്സ്ട്രാക്ഷൻ പ്രൊസീജിയർ ഉള്ളത്. ഓക്കെ, ഇങ്ങനെ ഹണി എല്ലാം എക്സ്ട്രാക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രെയിമിൽ ബാക്കി വരുന്ന സംഭവമാണ് വാക്സ്. അപ്പോൾ വാക്സിനും കുറേ എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. കോസ്മെറ്റിക്സ്, പിന്നെ അതേപോലെ ക്യാൻഡിൽ പ്രിപ്പറേഷൻ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ വേണ്ടിയിട്ട്, അതേപോലെ മെഡിസിനൽ പർപ്പസ്, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വാക്സ് ഉപയോഗിക്കാറുണ്ട്. സോ ബാക്കി വന്ന വാക്സ് ഒരു വേസ്റ്റ് അല്ല, അതിനെ പ്യൂരിഫൈ ചെയ്തിട്ട് നമുക്കത് പല പ്രോഡക്റ്റ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രയാണ് ഹണി എക്സ്ട്രാക്ഷൻ പ്രോസസ്സിലുള്ളത്. ആദ്യം നമ്മൾ മെച്യൂർ ആയിട്ടുള്ള ഒരു ഫ്രെയിമിനെ എടുക്കുന്നു, അൺക്യാപ്പ് ചെയ്യുന്നു, സെൻട്രിഫ്യൂഗ് ചെയ്യുന്നു. ദെൻ സെൻട്രിഫ്യൂഗ് ചെയ്തതിന് ശേഷം മസ്ലിൻ ക്ലോത്തിലൂടെ ഫിൽറ്റർ ചെയ്തെടുക്കുന്നു, സെറ്റിലിങ് ചെയ്യുന്നു. ആൻഡ് സെറ്റിൽ ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, വാക്സ് റിക്കവറി നടത്തുന്നു. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലുള്ളത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. താങ്ക്